ഫേസ്ബുക്ക് ആഡ് ഓർ ഗൂഗിൾ ആഡ് ഏതാണ് ഉപയോഗിക്കേണ്ടത്? എനിക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ഒരു സംശയമാണ് ഫേസ്ബുക്ക് ആഡ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് ഏതാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഗൂഗിൾ ആഡ്സിനെ സംബന്ധിച്ച് അവിടെ സെർച്ചിങ് വരുന്നത്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകളാണ് വരുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്ലംബിംഗ് സർവീസ് നടത്തുന്ന ഒരാളാണ്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പം ബെസ്റ്റ് പ്ലംബിംഗ് സർവീസ് നിയർ മീ എന്ന് പറഞ്ഞ് ഒരാളെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ടൈമിൽ അയാൾക്ക് ആ പ്ലംബിംഗ് സർവീസ് ആവശ്യമുള്ള ആൾ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബെസ്റ്റ് അഡ്വക്കേറ്റ് നിയർ മീ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഗൂഗിളിലാണ് അവിടെ കൂടുതലും സെർച്ച് ചെയ്യുന്നത്. സോ അങ്ങനത്തെ സർവീസസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് ആണ് ബെറ്റർ. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ഫാഷൻ അല്ലെങ്കിൽ പുതിയ ഗാഡ്ജറ്റ്സ് പരിചയപ്പെടുത്തുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് ഓൺലൈൻ സെല് ചെയ്യുന്നത്, ഇപ്പം ഇങ്ങനത്തെ കേസുകളിൽ ആൾക്കാരെ കാണിച്ച് ഇൻട്രസ്റ്റ് ആക്കി നല്ല ക്രിയേറ്റീവ് കൊടുത്ത് ആൾക്കാരെ കാണിച്ച് ഇൻട്രസ്റ്റ് ആക്കി കൊണ്ടുവരുന്ന അങ്ങനൊരു സർവീസിലാണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ചും കൂടി ബെറ്റർ ഫേസ്ബുക്ക് ആഡ്സ് ആയിരിക്കും. പക്ഷെ പല എക്സ്പേർട്സും പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ടും ഒരേപോലെ ഒരേ സമയം യൂസ് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ്ബുക്കിൽ പരസ്യം ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പരസ്യം ചെയ്ത് ആളുകൾ അട്രാക്ട് ചെയ്യുക, ഇങ്ങനെ സർവീസ് ഉണ്ട്, ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സോ ഒബ്വിയസ്ലി ആ ഒരു പ്രൊഡക്റ്റ് സർവീസ് കാണുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പം ഗൂഗിൾ ആഡ്സ് ത്രൂ നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ കാണിക്കുക. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ക്വാളിറ്റി, നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ടിപ്പ് നിങ്ങൾ എപ്പോഴും നിങ്ങളെ മൈൻഡിൽ വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബിസിനസ് ചെയ്യുന്ന, അഡ്വർടൈസിങ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് വെക്കുക. താങ്ക് യു.